ഈഴവ മെമ്മോറിയൽ. ഈഴവർ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3-ന് 13,176 പേർ ഒപ്പുവെച്ച നിവേദനം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതാകുന്നു ഈഴവ മെമ്മോറിയൽ. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ, അതായത് ആ സമയത്തെ തിരുവിതാംകൂർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ദിവാൻ ശങ്കര സുബ്ബയ്യർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900-ൽ കാഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് സമർപ്പിച്ചു. 1896-ൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഈഴവ മെമ്മോറിയൽ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാത്തതുകൊണ്ടാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചത്. എന്നാൽ കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ച രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. തളിക്ഷേത്ര സമരം. കോഴിക്കോട് ധാരാളമായി കാണപ്പെടുന്ന ക്ഷേത്രവര സമുച്ചയങ്ങളാണ് തളിക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡുകളിലൂടെ വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടക്കുന്ന സമരമാണ് തളിക്ഷേത്ര സമരം അഥവാ തളി റോഡ് സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1917-ൽ സി കൃഷ്ണൻ, കെ.പി. കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ എന്നിവരാണ് ഈ തളിക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയവർ. പൗരസമത്വവാദ പ്രക്ഷോഭണം. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണം. അതായത് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് എ.ജെ. ജോൺ, ടി.കെ. മാധവൻ എന്നിവരായിരുന്നു.